മോഷണം കുലത്തൊഴിലായി കരുതുന്ന കള്ളന്മാരുണ്ട്. അവരുടെ കുടുംബത്തിലെ അച്ഛനും മക്കളുമെല്ലാം മോഷ്ടാക്കളായിരിക്കും. തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിലും ഉത്തരേന്ത്യയിലെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിലുമെല്ലാം മോഷണം കുലത്തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന കള്ളന്മാരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഗ്രാമങ്ങളിൽ കടന്നുകയറി അവരെ പിടികൂടുന്നത് വല്ലാത്ത സാഹസികമായ ഒന്നാണ്. ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. അത്തരമൊരു ഓപ്പറേഷൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ജില്ലയിലെ ആദൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന സിബി തോമസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ധനപുര എന്ന കള്ളന്മാരുടെ ഗ്രാമത്തിലായിരുന്നു ആ ഓപ്പറേഷൻ. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിൽ സബ് ഇൻസ്പെക്ടറുടെ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സിബി തോമസ്. പിന്നീട് അദ്ദേഹം മറ്റു ചില സിനിമകളിലും അഭിനയിക്കുകയും ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റം നേടുകയും ഒക്കെ ചെയ്തു. 2016 ഒക്ടോബർ 4 കാസർഗോഡ് ജില്ലയിലെ കണ്ടംകുഴിയിലുള്ള സുമംഗലി ജ്വല്ലറിയുടെ ഷട്ടർ തകർത്ത് 39 പവൻ സ്വർണവും 4.5 കിലോ വെള്ളിയും കൊള്ളയടിക്കപ്പെട്ടു. ഷട്ടർ ലോക്ക് ചെയ്യുന്ന ഭാഗം മുറിച്ചുമാറ്റിയാണ് കള്ളന്മാർ അകത്തു കടന്നത്. വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയ പോലീസിന് പ്രത്യേകിച്ച് തുമ്പൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് സിബി തോമസിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. SI ഫിലിപ്പ് തോമസ്, ASIമാരായ K നാരായണൻ നായർ, CK ബാലകൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലക്ഷ്മി നാരായണൻ, KM മധുസൂദനൻ, C ശിവദാസൻ, CPO K ശ്രീജിത്ത് എന്നിവരായിരുന്നു ആ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. റോഡരികിലുള്ള ബാങ്കുകളിലെയും കടകളിലെയും ഒക്കെ കിട്ടാവുന്നത്ര CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ആ ദൃശ്യങ്ങളിൽ സംശയാസ്പദമായ തരത്തിൽ ഒരു വാൻ 2 തവണ ആ ഭാഗത്ത് വന്നു പോകുന്നത് കണ്ടു. പുലർച്ചെ 2 മണിക്ക് കുണ്ടംകുഴി ഭാഗത്തേക്ക് പോയ വാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായി ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. പിന്നീട് 4:15 വീണ്ടും അതേ വാൻ പോകുന്നതും തിരിച്ചു വരുന്നതും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാനിൻ്റെ നമ്പർ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോയില്ല. സംഭവം നടന്ന സ്ഥലത്ത് ആ സമയത്തുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ സൈബർ സെൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. അങ്ങനെ 10,000-കണക്കിന് ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചു. അതിൽ ഒരു ഫോൺ കോളിൽ പോലീസിന് സംശയം തോന്നി. 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു കോളായിരുന്നു അത്. ആ സിം കാർഡ് എടുത്തിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. വിളിച്ചതാകട്ടെ മറ്റൊരു സംസ്ഥാനത്തെ നമ്പറിലേക്കും. ഈ 2 നമ്പറുകളുടെയും മേൽവിലാസം പോലീസ് പരിശോധിച്ചു. പക്ഷേ ആ മേൽവിലാസങ്ങൾ വ്യാജമായിരുന്നു. ഫോണുകൾ അപ്പോഴും ആക്റ്റീവാണ്. ടവർ ലൊക്കേഷനാകട്ടെ ഉത്തർപ്രദേശിലും. ഈ ഫോണിൽ നിന്നുള്ള ഒരു കോൾ പോയിരിക്കുന്നത് കാസർഗോഡുകാരനായ ഒരു ഷെരീഫിൻ്റെ നമ്പറിലേക്കാണെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കി. അങ്ങനെ താമസിയാതെ ഷെരീഫിനെ പൊക്കി. മൂർഖൻ എന്ന് വിളിപ്പേരുള്ള ഷെരീഫ് ഒരു കള്ളനായിരുന്നു. അതോടെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി. അന്യസംസ്ഥാനക്കാരായ മോഷ്ടാക്കൾക്ക് താമസവും വാഹനവും ഏർപ്പെടുത്തി കൊടുത്തത് ഷെരീഫായിരുന്നു. പോലീസ് കവർച്ചക്കാർ താമസിച്ചിരുന്ന വീടിൻ്റെ വാടക കരാർ പരിശോധിച്ചു. ആ വാടക കരാറിൽ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിരുന്നു. ആ മൊബൈൽ നമ്പറിൻ്റെ കണക്ഷൻ എടുക്കാൻ കൊടുത്തിരുന്ന തിരിച്ചറിയൽ രേഖയിൽ നിന്ന് ഒരാളുടെ ഫോട്ടോ കിട്ടി. പിന്നെ പരിശോധിച്ചത് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ കൊടുത്ത തിരിച്ചറിയൽ രേഖയാണ്. ഫോട്ടോ വാടക കരാറിലുള്ള ആളിൻ്റേതു തന്നെയാണ്. പക്ഷേ പേരിന് വ്യത്യാസമുണ്ട്. എല്ലാം വ്യാജമായി ഉണ്ടാക്കിയ രേഖകളാണെന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് വീണ്ടും ടവർ ലൊക്കേഷൻ പരിശോധിച്ചു. ആ ഫോൺ അപ്പോൾ ഡൽഹിയിലായിരുന്നു. പിന്നീട് അത് ഉത്തർപ്രദേശിലെ ബദാവുൻ ജില്ലയിലെ ധനപുര ഗ്രാമത്തിലെത്തി. ഇത് മനസ്സിലായതോടെ അന്വേഷണ സംഘം ഉത്തർപ്രദേശിലേക്ക് തിരിച്ചു. ഉത്തർപ്രദേശ് പോലീസ് ജില്ലാ ആസ്ഥാനത്തു നിന്ന് 20 കിലോമീറ്റർ അകലെയായിരുന്നു ധനപുര. മോഷണം കുലത്തൊഴിലായി കാണുന്നവരായിരുന്നു അവിടുത്തെ ഗ്രാമവാസികൾ. കവർച്ച നടത്തി കിട്ടിയ പണം കൊണ്ട് ഏക്കർ കണക്കിന് ഭൂമിയാണ് ആ ഗ്രാമത്തിലുള്ള കള്ളന്മാർ വാങ്ങിക്കൂട്ടിയിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഉത്തർപ്രദേശ് പോലീസിനെ സമീപിച്ച് കള്ളന്മാരെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ UP പോലീസ് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അവർ ഒരു മുന്നറിയിപ്പ് നൽകി. അങ്ങോട്ടേക്ക് പോകുന്നത് അപകടമാണ്. 11 വർഷം മുൻപ് കള്ളനെ പിടിക്കാൻ ആ ഗ്രാമത്തിലേക്ക് പോയ ഒരു പോലീസുകാരനെ ഗ്രാമവാസികൾ കൊലപ്പെടുത്തി. പേടിച്ച് പിന്നീട് ആരും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അന്വേഷണ സംഘം ഗ്രാമത്തിന് പുറത്ത് അതീവ രഹസ്യമായി നിരീക്ഷണം നടത്തി. ഗ്രാമത്തിലേക്കുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കാട് മൂടിക്കിടക്കുകയാണ്. ഗ്രാമത്തിലുള്ള വീടുകളാകട്ടെ 2 ആൾ പൊക്കത്തിലുള്ള മതിലിനകത്താണ്. പുറത്തു നിന്നാൽ ഒന്നും കാണാൻ കഴിയില്ല. വീടുകളുടെ മുന്നിലുള്ള ഇരുമ്പ് ഗേറ്റ് മറികടന്ന് 50 മീറ്ററോളം മുന്നോട്ട് പോയാലേ വീടിനുള്ളിൽ തെരച്ചിൽ നടത്താൻ പറ്റൂ. ഗ്രാമത്തലവൻ്റെ അനുമതിയില്ലാതെ ആർക്കും അങ്ങോട്ടേക്ക് കടക്കാനും പറ്റില്ല. ലോക്കൽ പോലീസിൽ നിന്ന് സഹായം കിട്ടില്ലെന്ന് ഉറപ്പായ അന്വേഷണ സംഘം ബദാവുൻ ജില്ലയിലെ SP കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അവർ ശരിക്കും ഞെട്ടിയത്. ദയവായി എല്ലാത്തിനെയും പിടികൂടി ശല്യം ഒഴിവാക്കി തരണം എന്നായിരുന്നു SP അഭ്യർത്ഥന. ബംഗാളിലും കർണാടകയിലുമൊക്കെ നടക്കുന്ന മിക്ക ബാങ്ക് കൊള്ളകൾക്കും പിന്നിൽ ഇവരാണ്. പക്ഷേ ഗ്രാമത്തിനുള്ളിൽ കയറി അവരെ പിടികൂടുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല.
ഇങ്ങനെയായിരുന്നു എസ് പിയുടെ മുന്നറിയിപ്പ്. എസ് പി അവർക്കൊരു പോലീസുകാരനെ പരിചയപ്പെടുത്തി കൊടുത്തു. അയാളുടെ സഹായത്തോടെ ഗ്രാമത്തിൽ രഹസ്യമായി നിരീക്ഷണം നടത്തി. അങ്ങനെ വളരെ നിർണായകമായ ഒരു കാര്യം അവർ കണ്ടെത്തി. തങ്ങൾ അന്വേഷിക്കുന്ന നേത്രാം അവിടെയുണ്ട്. ഗ്രാമത്തിൽ നേത്രാമിന് വ്യാജ ചാരായ കച്ചവടവുമുണ്ട്. എസ് പി പരിചയപ്പെടുത്തി കൊടുത്ത പോലീസുകാരൻ ചാരായം വാങ്ങാൻ വന്നതാണെന്ന മട്ടിൽ അവിടെ എത്തി. നേത്രാമുമായി ചങ്ങാത്തം സ്ഥാപിച്ചു. അങ്ങനെ അയാളെ ഗ്രാമത്തിന് പുറത്തെത്തിച്ചു. പുറത്ത് അയാളെ കാത്ത് കേരളത്തിൽ നിന്നെത്തിയ പ്രത്യേക അന്വേഷണ സംഘമുണ്ടായിരുന്നു. നേത്രാമിനെ അറസ്റ്റ് ചെയ്തതോടെ സുമംഗലി ജ്വല്ലറി കവർച്ചക്കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞു. ഗ്രാമവാസികളായ ഭുജ്പാൽ, യാദ്രാം, ലഖൻ സിംഗ്, ഓംവതി എന്നിവരായിരുന്നു സംഘത്തിലെ മറ്റുള്ളവർ. ഭുജ്പാലായിരുന്നു സംഘത്തലവൻ. ബാങ്ക് ഓഫ് ബറോഡയുടെ തമിഴ്നാട് കൃഷ്ണഗിരി ശാഖയിൽ നിന്ന് 42 കിലോ സ്വർണം കൊള്ളയടിച്ചതുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായിരുന്നു ഭുജ്പാൽ. തുണിക്കച്ചവടത്തിനാണെന്ന വ്യാജേന 6 മാസം മുൻപ് കാസർഗോഡെത്തിയ സംഘം അണങ്കൂരിൽ ഒരു വാടക വീടെടുത്ത് അവിടെ താമസിച്ചാണ് കവർച്ചയ്ക്ക് ആസൂത്രണം ചെയ്തത്. ഇവിടെ താമസിക്കുന്നതിനിടയിലാണ് കുപ്രസിദ്ധ മോഷ്ടാവായ മൂർഖൻ ഷെരീഫിനെ പരിചയപ്പെടുന്നത്. പരിചയമില്ലാത്തവരെ കണ്ടാൽ പകലാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള പുരുഷന്മാർ ഓടി ഒളിക്കും, രാത്രിയാണെങ്കിൽ ആക്രമിക്കും. ഇതാണ് അവരുടെ രീതി. യന്ത്രത്തോക്കുകളേന്തിയ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ സഹായത്തോടെ കേരള പോലീസ് ഒരു ദിവസം അർദ്ധരാത്രിയോടെ ഗ്രാമത്തിനുള്ളിൽ കടന്നു. ബഹളം കേട്ട് ഗ്രാമവാസികൾ ഉണർന്നു. അവർ സംഘടിച്ചു. ഇത് മനസ്സിലാക്കിയ പോലീസുകാർ 20 മിനിറ്റിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി ഗ്രാമത്തിൽ നിന്ന് പുറത്തു കടന്നു. നേത്രാമിൻ്റെ വീട്ടിൽ നിന്ന് ചില ആഭരണങ്ങൾ പോലീസ് കണ്ടെടുത്തു. മറ്റുള്ള പ്രതികളെയും പിടികൂടിയിട്ട് മതി മടക്കം എന്ന് കേരള പോലീസ് തീരുമാനിച്ചെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. ഡൽഹിയിലെത്താൻ വിജനമായ റോഡിലൂടെ 200 കിലോമീറ്ററോളം സഞ്ചരിക്കണം. ഇതിനിടയിൽ ഗ്രാമവാസികൾ സംഘടിച്ച് ആക്രമിക്കാനിടയുണ്ട്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറി. 9 ദിവസത്തെ അന്വേഷണം അവസാനിപ്പിച്ച് നേത്രാമുമായി അവർ കേരളത്തിലേക്ക് മടങ്ങി. ഇതുകൊണ്ടൊന്നും കഥ അവസാനിച്ചില്ല. സുമംഗലി ജ്വല്ലറിയുടെ ബന്തെടുക്കയിലുള്ള ശാഖയിൽ വീണ്ടും കവർച്ച നടന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ പെയിന്റിംഗ് ജോലികൾക്കായി ഈ ജ്വല്ലറിയുടെ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ചില അന്യസംസ്ഥാനക്കാർ വാടകയ്ക്ക് താമസിച്ചിരുന്നതായി മനസ്സിലായി. പക്ഷേ കവർച്ച നടന്നതിനു ശേഷം അവരെ കാണാനില്ലായിരുന്നു. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ ടവർ ലൊക്കേഷൻ ചെന്നൈയിലാണെന്ന് മനസ്സിലായി. സിം വിൽപ്പന നടത്തിയ കടകൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. എങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ടും ഈ മോഷണത്തെക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ലെന്ന നിലപാടായിരുന്നു അവർക്ക്. ഉപയോഗിച്ച സിം കാർഡ് അന്യസംസ്ഥാനക്കാർക്ക് വിൽക്കുന്ന കടകൾ അന്നുണ്ടായിരുന്നു. ഇങ്ങനെ പഴയ സിം കാർഡുകൾ വാങ്ങുന്നവർക്ക് കടക്കാർ റീചാർജ് ഓഫറുകൾ നൽകും. നാട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ സിം കാർഡ് തിരിച്ചേൽപ്പിക്കണം. അതുകൊണ്ട് പലരും ഇത്തരത്തിലുള്ള ഉപയോഗിച്ച സിം കാർഡുകൾ വാങ്ങുമായിരുന്നു. അങ്ങനെ ഉപയോഗിച്ച സിം കാർഡ് വാങ്ങിയതാണ് പിടിയിലായ 4 പേർക്കും വിനയായത്. ബന്തെടുക്കയിലെ മോഷണം നടക്കുന്നതിന് മുമ്പാണ് ചെന്നൈ സ്വദേശികൾ പഴയ സിം കാർഡ് വിറ്റത്. ആ സിം കാർഡ് എടുത്തപ്പോൾ നൽകിയിരുന്ന തിരിച്ചറിയൽ രേഖ ഇവരുടേതായിരുന്നു. പഴയ സിം കാർഡ് വാങ്ങിയവരുടെ തിരിച്ചറിയൽ രേഖകൾ കടക്കാരുടെ പക്കൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അന്വേഷണം വഴിമുട്ടി. ഇങ്ങനെ കേരള പോലീസ് അതിസാഹസികമായി നടത്തിയ എത്രയോ കേസുകളുണ്ട്. അതിൽ പലതും പുറത്തറിയുന്നില്ല എന്ന് മാത്രം.